മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ ഒരു സ്വർഗീയ സമ്മാനം, മാധുര്യമുള്ള ഒരു ചെറിയ വിരുന്ന് കുടുംബങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് മക്കൾക്ക് വേണ്ടി എങ്ങനെ മക്കളെ വിശുദ്ധിയിൽ വളർത്തിക്കൊണ്ടുവരാം, എങ്ങനെ വിവാഹത്തിന് വേണ്ടി ഏറ്റവും വിശുദ്ധമായിട്ട് ഒരുങ്ങാം, എങ്ങനെ കുടുംബം ഒന്നിച്ച് സ്വർഗോന്മുഖമായി യാത്ര ചെയ്യാം. ഇവിടെ ചെറിയ സംസാരങ്ങളും ഇവിടെ ചെറിയ തമാശകളും വിശുദ്ധ വചനങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഒരു പുത്തൻ മാറ്റത്തിനും ഉണർവിനും കാരണമാകുന്ന ഒത്തിരി സന്തോഷം. നമ്മെ സഹായിക്കാൻ നമ്മളൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ജോർജേട്ടനാണ്. ജോർജേട്ടൻ്റെ സ്നേഹപൂർവ്വം മധുരമൊഴി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മോടൊപ്പം ഉള്ള കുടുംബം പലതവണ നമ്മോടൊപ്പം വന്നതാണ്. പ്രിയപ്പെട്ട ജോസേട്ടനും നിമി ചേച്ചിയും ഇവർ എറണാകുളംകാരാണ്. ഏഞ്ചൽസ് ആർമിയുടെ തുടക്കം മുതലുള്ളവരാണ്. ജോസേട്ടനാണ് ഏഞ്ചൽസ് ആർമിയുടെ ധ്യാനങ്ങളും പ്രോഗ്രാമുകളെല്ലാം നയിക്കുന്നത്. രണ്ടുപേരെയും സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നൊരു പുതിയ വിശുദ്ധനെ വാഴ്ത്തപ്പെട്ടവനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. വാഴ്ത്തപ്പെട്ട അറ്റീലിയോ ജിയോർദാനി. ഇതൊക്കെ പുതിയ പേരുകളാണ്, അധികം പേരൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. പക്ഷേ വളരെ ക്യൂട്ടായിട്ടുള്ള വളരെ വ്യത്യസ്തമായുള്ള ഒരു വിശുദ്ധനായിരുന്നു. ബാല്യം മുതലൊക്കെ നല്ല പ്രാർത്ഥിച്ചൊരുങ്ങി എങ്ങനെ ജീവിതത്തിലേക്ക്, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലേക്കൊക്കെ കയറുവാനായിട്ടൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയ ഒരു വിശുദ്ധനായിരുന്നു. ഏകദേശം 21-ാം വയസ്സിലായിരുന്നു കല്യാണം. ആ സമയത്തൊക്കെ അദ്ദേഹം ആർമിയിൽ കുറേ നാൾ ജോലി ചെയ്തു. അവിടെ ചെല്ലുന്ന എല്ലാ ഇടങ്ങളിലും, പഠിച്ച സ്ഥലങ്ങൾ, യൂണിവേഴ്സിറ്റി പഠിച്ചപ്പോൾ അവിടെയുള്ള കൂട്ടുകാർക്ക് എപ്പോഴും വചനം പറഞ്ഞു കൊടുക്കാൻ, ക്ലാസ് റൂമിലൊക്കെ ഒരു നല്ല വിശുദ്ധമായ പ്രസൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ. അതിനുശേഷം ജോലിയിലേക്ക് പ്രവേശിച്ചപ്പോഴത്തേക്ക് ഇവർ പട്ടാള ക്യാമ്പുകളിൽ പോലും സാധിക്കുമ്പോഴൊക്കെ മറ്റുള്ളവർക്ക് ദൈവത്തെ പറഞ്ഞു കൊടുക്കുക. പട്ടാള ക്യാമ്പിലൊക്കെ ദൈവത്തെ പറഞ്ഞ അവസ്ഥ അറിയാമല്ലോ. എല്ലായിടത്തും ദൈവിക സാന്നിധ്യം കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വിവാഹം നന്നായിട്ട് ഒരുങ്ങി ആഗ്രഹിച്ച് കഴിച്ചു. നല്ല വിശുദ്ധിയായ ഒരു പെൺകുട്ടിയെ കിട്ടി. അവർ രണ്ടുപേരും ഒരുമിച്ച് അവരാവുന്ന സാധിക്കുന്ന ഇടങ്ങൾ, അവർ ഇടവകളിലും സാധിക്കുന്ന ഇടങ്ങളിലൊക്കെ വചനപ്രഘോഷണമൊക്കെ ആയിട്ട് പോയി. മക്കളുണ്ടായപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ചിരിക്കുക മക്കളെ സ്വീകരിച്ച്. അതുകൊണ്ട് തന്നെ മക്കളെല്ലാവരും ഒരു ശുശ്രൂഷയുടെ മേഖലയിലേക്ക് വന്നു. മക്കൾ വളർന്നു കഴിഞ്ഞപ്പോൾ അവർ തീരുമാനിച്ചു, അവരെല്ലാവരോടും മിഷന് പോകാൻ തീരുമാനിച്ചു. അവർ യുവത്വത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മക്കളെല്ലാവരും കൂടി ബ്രസീലിലേക്ക് അവരുടെ വീട് പറിച്ചു നട്ടു. ഒറ്റ ഇൻറ്റൻഷനേ ഉള്ളൂ, ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കുക. മക്കൾ അങ്ങോട്ട് പോയത് കൊണ്ട് തന്നെ ജിയോർദാനിയും ഭാര്യയും അവരെ അക്കമ്പനി ചെയ്തു. അവിടെ ചെന്നിട്ട് മക്കൾ യുവജനങ്ങൾക്കിടയിൽ ശക്തമായിട്ട് സുവിശേഷം അറിയിച്ചു. ഒരു യുവജന ധ്യാനത്തിനിടയിൽ വെച്ച് ജിയോർദാനി എഴുന്നേറ്റ് നിന്ന് വചനം പ്രഘോഷിച്ച് യുവജനങ്ങളെ കർത്താവിലേക്ക് ആനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു അസുഖമുണ്ടായി. സ്റ്റേജിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ചെയ്തത്. സ്റ്റേജിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചപ്പോൾ അദ്ദേഹം മൂത്ത മകനെ കൈനീട്ടി വിളിച്ച് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറയാണ്, മകനെ, ഈ ബാറ്റൺ നിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുന്നു, നീ തുടർന്നു കൊള്ളുക. ഒരപ്പൻ മരണക്കിടക്കയിൽ കിടന്ന് പറയുന്ന വാചകമാണ്, ഞാൻ വചനം പറയാനായിട്ട് ഒഴിഞ്ഞു വെച്ച ജീവിതത്തെ നിന്നെ ഏൽപ്പിക്കുന്നു, ഇനി നീ തുടർന്നു കൊള്ളുക. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് നമ്മുടെ മധുരമൊഴിയിലെ ഇന്നത്തെ ചെറിയ സംസാര വിഷയവും. കുടുംബം ഒന്നിച്ച് എങ്ങനെ സുവിശേഷവൽക്കരണത്തിൽ പങ്കെടുക്കാം, ഒരു കുടുംബം ഒന്നിച്ച് എങ്ങനെ കർത്താവിൻ്റെ സുവിശേഷം ഈ ഭൂമിയിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ ജീവിതം കൊണ്ട്, വചനം കൊണ്ട്, വാക്കുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എങ്ങനെ കൊടുക്കാം. കാരണം ഈശോ പറഞ്ഞ അവസാന വാചകങ്ങൾ അത് തന്നെയായിരുന്നല്ലോ, നിങ്ങൾ പോയി ലോകത്തിൻ്റെ അറ്റം വരെ സുവിശേഷം പ്രഘോഷിക്കുവിൻ, എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവിൻ. തൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമ്മൾ ഈ ഭൂമിയിൽ ഏൽപ്പിച്ചാണ് ഈശോ പോയത്. അതുകൊണ്ട് ഓരോ കുടുംബങ്ങൾക്കും വലിയ ഉത്തരവാദിത്വമാണ്. നമ്മളൊപ്പം ഉള്ള കുടുംബത്തിൽ നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് നിങ്ങൾ ഈ സുവിശേഷ പ്രഘോഷണത്തിൽ, കർത്താവിൻ്റെ വചനം പങ്കുവെക്കുന്നതിൽ, സഭയെ വളർത്തുന്നതിൽ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം കൊണ്ടും നിങ്ങളുടെ കുടുംബം ഒന്നിച്ചൊക്കെ ഇതൊന്ന് പരിശ്രമിക്കുന്നത്? ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് തുടങ്ങി തന്നെ ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. ശരിക്കും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുക എന്നുള്ളത്. പക്ഷെ ആ സമയത്ത് ഞാൻ ബിസിനസ്സിലൊക്കെ ആയിരുന്നു, അതിന് സാധിക്കില്ലായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഒരുമിച്ചുള്ള, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകൾ തുടങ്ങിയ എല്ലാ ദിവസവും ഞങ്ങൾ കരം കോർത്തു പിടിച്ച് പ്രാർത്ഥിക്കും, തമ്പുരാനെ, നിന്റെ ഹിതം ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറണം. ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് പുറകിലുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ വിവാഹത്തിനൊക്കെ മുമ്പ് എൻ്റെ അമ്മ എനിക്ക് പകർന്നു തന്ന ഒരു സംഭവമാണ്. അമ്മച്ചിയാണ് ആദ്യം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. അപ്പൊ അമ്മച്ചി ഇപ്പോൾ മരിച്ചിട്ട് 17 വർഷമായി. അമ്മച്ചി ക്യാൻസർ ഒന്ന് മരിച്ചു. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ഈ സുവിശേഷ വേലയുടെ ഒരു വിത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ ഇട്ടിട്ടാണ് അമ്മച്ചി പോയത്. ഞാൻ രാത്രിയൊക്കെ പലപ്പോഴും ഒരു 2 മണിയൊക്കെ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് അമ്മച്ചി ഇങ്ങനെ കരം വിരിച്ച് പിടിച്ച് നടയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കണ കാണുമായിരുന്നു. കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കും. അപ്പം അന്നൊക്കെ എനിക്കിതൊന്നും മനസ്സിലാവൂല, അമ്മച്ചി എന്തിനാ ഇങ്ങനെ കരയണം, എന്തിനാ പ്രാർത്ഥിക്കണത്. പിറ്റേ ദിവസം രാവിലെ അമ്മച്ചിനെ കാണുമ്പോൾ ചോദിക്കും, അമ്മച്ചി എന്തിനാണ് ഇങ്ങനെ ഇത്രമാത്രം കരഞ്ഞ് പ്രാർത്ഥിക്കണം, എന്തിനാണ്? അപ്പം അമ്മ പറയും, മക്കളെ, നിങ്ങളൊക്കെ ഉദരത്തിലായിരിക്കുമ്പോൾ എനിക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ മുറിവുകളൊക്കെ ഹീൽ ചെയ്യണം.
നിങ്ങൾ വഴി ഈ ലോകത്ത് ഒത്തിരി നന്മകൾ സംഭവിക്കാനായിട്ടുണ്ട്. ഒരു അമ്മച്ചി അന്ന് പ്രാർത്ഥിച്ചു പറയുന്നത് അല്ലേ? അപ്പോൾ ഞാൻ ഓർക്കണ ഈ ഏഞ്ചൽസ് ആർമിയുടെ വിഷനൊന്നും ഏഞ്ചൽസ് ആർമി ഒന്നും തുടങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ ഈ ഉദരത്തിൽ വെച്ച് തന്നെ ഞങ്ങൾക്ക് കിട്ടേണ്ട ഫോർമേഷൻ ആ സമയത്ത് കിട്ടണേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കണം അമ്മച്ചി. അന്ന് അമ്മച്ചിയുടെ ആ പ്രാർത്ഥന ഇന്ന് ഞാൻ ഓർക്കുന്നു. ഇന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് കുടുംബം ഒരുമിച്ച് ഇറങ്ങുവാൻ സാധിച്ചെങ്കിൽ അതിൻ്റെ പുറകിൽ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുണ്ട്. ഉറപ്പായിട്ട് ഇതൊക്കെ കേട്ട് സ്വർഗത്തിൽ നിങ്ങൾ സന്തോഷിച്ച് പൊട്ടിച്ച് ഒരു ഉന്മാദത്തിലായിരിക്കും അമ്മ ഇപ്പോൾ ഉറപ്പായിട്ടും. അപ്പോൾ ഇതിനൊരു തുടക്കമുണ്ട് എങ്ങനെ. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ബിസിനസ് ആയിരുന്നു. എനിക്ക് പൂർണ്ണമായിട്ടും എനിക്ക് ഈ വേലക്ക് ഇറങ്ങാനായിട്ട് സാധിക്കാത്തൊരു സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിനൊരു ആരംഭമുണ്ട്. അത് ഇവളുടെ പ്രാർത്ഥനയാണ്. അതിനെക്കുറിച്ച് നിമ്മി പറയും. നിമ്മി ഞങ്ങളെ കല്യാണം കഴിഞ്ഞ ആളുകളിൽ ഇവളൊരു 1.5 പ്രാർത്ഥന എന്നൊക്കെ പറയൂലേ, അതേപോലെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അത് എന്താണെന്ന് നിമ്മിനെ പറയാം. ഞങ്ങളുടെ ഇടവകയിൽ ഒരു ധ്യാനം വന്നായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് വലിയ വീട്ടിൽ അച്ഛനാണ് ധ്യാനം നടത്തിയത്. അപ്പൊ ധ്യാനത്തിന്റെ അവസാനത്തെ ദിവസം അച്ഛൻ പറഞ്ഞു എല്ലാവരും ഒരു തിരി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ തിരി വെഞ്ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു കാര്യം 3 വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ആഗ്രഹമുള്ള എന്തെങ്കിലും നിങ്ങളുടെ ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അത് സാധിക്കുമെന്ന് പറഞ്ഞു. ഈ തിരി മാസങ്ങളോളം എൻ്റെ ബാഗിൽ കിടന്നു, എനിക്ക് സമയം കിട്ടിയില്ല പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ മോളുടെ ഫെസ്റ്റോളി കമ്മ്യൂണിയൻ കഴിഞ്ഞ് ഫെസ്റ്റോളി കമ്മ്യൂണിയുടെ മൂത്ത മോളുടെ ഫെസ്റ്റോളി കമ്മ്യൂണിയുടെ തലേ ദിവസം അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ രാത്രി വെളുപ്പിന് ഒരു 3 മണിയൊക്കെ. അപ്പോൾ ആരുമില്ല, നല്ല സൈലന്റ് പ്രാർത്ഥിക്കാൻ പറ്റിയ അവസരമായിരുന്നു. ഞാനിങ്ങനെ 3 തിരി കത്തിച്ചു വെച്ച്, നടയിൽ തിരി കത്തിച്ചു വെച്ച് 3 വിശ്വാസ പ്രമാണം ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരുക്കണേന്ന് പ്രാർത്ഥിച്ചു. അതൊരു 1.5 പ്രാർത്ഥനയായി പോയല്ലോ പറഞ്ഞ പോലെ. ആ മെയ് 1-ാം തീയതി ഞാൻ പ്രാർത്ഥിച്ചത്. ആ മെയ് മാസം അവസാനം തന്നെ ഏഞ്ചൽസ് ആർമിയുടെ പുതിയൊരു കോറ് ഫോം ചെയ്ത് ഞങ്ങൾ ആ കോറിലുണ്ടായിരുന്നു. ഞാൻ എന്നെ അതിന്റെ സെക്രട്ടറി ആക്കി. പിന്നെ എല്ലാ മാസവും മീറ്റിങ്ങിന് പോക്കും മീറ്റിങ്ങിന് പോക്കും സെക്രട്ടറിയുടെ കുറെ ഡ്യൂട്ടീസ് ആയിരുന്നു എൻ്റെ ആദ്യത്തെ സ്റ്റെപ്പുകൾ. പിന്നെ ഞാനിങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും ഇവിടെ എന്നെ നിയോഗിച്ചായിരുന്നു. അപ്പോൾ കുറേ പേരിങ്ങനെ ഫോണിലോട്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കും. എന്നിട്ട് ഞാനിങ്ങനെ മെസ്സേജ് വിട്ട്, അന്ന് വാട്സാപ്പ് ഒന്നും ഇല്ല, ഫോണിൽ മെസ്സേജ് വിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും. കുറേ അച്ഛന്മാര്, സിസ്റ്റേഴ്സ്, കുറെ അൽമായർ, അതായിരുന്നു ആ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. പക്ഷെ ആ പ്രാർത്ഥന നമ്മളിങ്ങനെ മെസ്സേജ് അയച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര അതിന്റെ റിസൾട്ട് ഭയങ്കര മിറാക്കുലസ് ആയിരുന്നു. മിക്കവാറും എല്ലാ പ്രാർത്ഥനകളും തന്നെ ദൈവം ഉത്തരം നൽകിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് കാര്യം, ഇങ്ങനെ ഓരോ ഫോൺ കോൾ വരുമ്പോഴും നിമ്മി ഇങ്ങനെ ബൈബിളൊക്കെ ആയിട്ട് ഫോണും പിടിച്ചുകൊണ്ട് ഓടും. ഫോൺ ഓരോ നിയോഗങ്ങൾക്ക് പ്രാർത്ഥനക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടി കൊടുക്കുക. അപ്പൊ ആദ്യ കാലങ്ങളിൽ അങ്ങനെ ശുശ്രൂഷ ചെയ്ത് തുടങ്ങി. വെബ്സൈറ്റിലൊക്കെ ചേച്ചിയുടെ നമ്പറാണെന്ന് തോന്നുന്നു, ഏഞ്ചൽസ് ആർമി വെബ്സൈറ്റിലൊക്കെ കിടക്കുന്നത്, ഫോൺ വിളിച്ച് പ്രാർത്ഥനാ സഹായം പറയാനൊക്കെയുള്ള. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് ആ ഒരു നീക്കങ്ങളാണ് ഞങ്ങൾ കുടുംബം ഒരുമിച്ചുള്ള ഒരു സുവിശേഷ വേലയ്ക്ക് വേണ്ടി തമ്പുരാൻ ഞങ്ങളെ ഓരോ ഘട്ടമായിട്ട് വളർത്തി കൊണ്ടുവരികയായിരുന്നു. എനിക്ക് പതുക്കെ ഒരു സമയമായപ്പോഴത്തേക്കും കർത്താവ് എനിക്ക് ബിസിനസ്സിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുവാനും, ഇപ്പോൾ പൂർണ്ണമായിട്ടും ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയിൽ ബിസിനസ്സൊക്കെ മാറ്റി ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഫുൾ ടൈം ശുശ്രൂഷയായിട്ട് ഏഞ്ചൽസ് ആർമിയിൽ പ്രോഗ്രാമിൻ്റെയൊക്കെ എല്ലാം ധ്യാനങ്ങളുടെയൊക്കെ എല്ലാം പൂർണ്ണ ഉത്തരവാദിത്തത്തോടു കൂടി എന്താണ് ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് ഒരു അവസരം തന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് വളരെ എനിക്ക് തോന്നുന്നു വളരെ അഭിഷേകത്തോടു കൂടി അതിനുവേണ്ടി ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ ചെയ്യുന്ന ശുശ്രൂഷ വളരെ വിലപ്പെട്ടതാണെന്ന് അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാര്യം അടുത്ത ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശുശ്രൂഷ നമ്മൾ ചെയ്യണത് ഏഞ്ചൽസ് ആർമിയുടെ ശുശ്രൂഷ. അപ്പോൾ അത് ശരിക്കും ആ അടുത്ത ഒരു തലമുറ, വിശുദ്ധിയുള്ള ഒരു തലമുറ, ഒരു പുത്തൻ തലമുറ, വിശുദ്ധരുടെയൊക്കെ കൈപിടിച്ച് മാലാഖമാരെയൊക്കെ കൂടെ നിർത്തി അവരെയൊക്കെ സ്വർഗത്തിലേക്ക് യാത്രയാക്കുവാനായിട്ടുള്ള പാരന്റിങ്ങും അങ്ങനെയുള്ള. അപ്പോൾ ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു വില നമുക്ക് മനസ്സിലാകുന്നുണ്ട്. തമ്പുരാൻ അതിൻ്റെ അനുഭവങ്ങളിലൂടെ കുടുംബം ഞങ്ങൾ ഒരുമിച്ച് ഇപ്പം 4 മക്കളെന്ന് പറയുമ്പോഴത്തേക്കും ഈ 4 മക്കളും ഈ ശുശ്രൂഷയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഭാഗമായിട്ട് വരുന്നുണ്ട്. അതേപോലെ വിവിധ ശുശ്രൂഷകളിൽ കർത്താവ് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്ത് നമ്മൾ ജോർജേട്ടിലേക്ക് പോവാം. ജോർജേട്ടിൻ്റെ ഈ കുടുംബം മുഴുവൻ ഒന്നിച്ചുള്ള മിനിസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ജോർജ് ഗ്ലോറിയ എന്ന പേര് കേൾക്കുന്നതിന് മുമ്പേ ഞാൻ കോട്ടയത്തൊക്കെ പഠിക്കാൻ വന്ന സമയത്ത് ഗ്ലോറിയ അമ്മച്ചി എന്നൊരു പേര് കേട്ടിട്ടുണ്ടായിരുന്നു. പലരും അന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഗ്ലോറിയ അമ്മച്ചിയുടെ കൗൺസിലിങ്ങിന് പോകുന്നതൊക്കെ നല്ലതായിരിക്കും, ദൈവഹിതമൊക്കെ. അന്ന് എനിക്കിതൊന്നും വലിയ വിശ്വാസങ്ങളില്ലായിരുന്നു. എന്നാലും ഭാവിയിൽ നിന്ന് നടക്കുന്നതൊക്കെ അറിയാൻ വേണ്ടി ഒരു അറ്റൻഡൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്.
അപ്പോൾ ജോർജേട്ടൻ്റെ കുടുംബം മൊത്തത്തിൽ ഇങ്ങനത്തെ ലൈനിലൊക്കെ ഉള്ളതാണ്. ജോർജേട്ടൻ ഒന്ന് പറയാമോ കുടുംബം ഒന്നിച്ച് കുടുംബമായിട്ടുള്ള ഒരു സുവിശേഷവൽക്കരണത്തിൻ്റെ? ഇപ്പം ഞാനിത് പറഞ്ഞു കേട്ടോണ്ടിരുന്നപ്പം എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയ കാര്യം കുടുംബത്തിൻ്റെ പ്രവൃത്തിയാണിത് സുവിശേഷവൽക്കരണം, അല്ലാതെ വ്യക്തികളുടെ അല്ല. വ്യക്തികളുടെ ആകണമെന്നുള്ളവരും ആകുന്നവരും ഒക്കെ മാറി നിന്ന് കുപ്പായമൊക്കെ ഇട്ട് എൻ്റെ അഭിപ്രായം അതാണ്. അങ്ങനെ സ്ട്രീമുണ്ട് സഭയിൽ. അവരാണ് സന്യാസികൾ അല്ലെ, അതുപോലെ അതിനുവേണ്ടി തന്നെ ഏകസ്ഥരായിട്ട് നിൽക്കാം. അത് വളരെ വളരെ കൃത്യമായ പോയിന്റ്. അല്ലെങ്കിൽ കുടുംബം ഒരു കുടുംബസ്ഥൻ അല്ലെങ്കിൽ കുടുംബസ്ഥ വചനപ്രഘോഷണം ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ കുടുംബം അത് സഹിക്കുന്നില്ല. അത് കർത്താവിന്റെ പദ്ധതിയുടെ ഭാഗമല്ലാന്ന് ഞാൻ വിശ്വസിക്കുക. കാരണം കുടുംബം കർത്താവിന്റെ പദ്ധതിയാണെങ്കിൽ അതിൽ നിന്നും അതിന് വിരുദ്ധമായി ഒരു ദൈവിക പദ്ധതി വേറൊരെണ്ണം ഉണ്ടാകുക, അത് എനിക്ക് ഒരു ഉദാഹരണം ഇപ്പം നമ്മളിവിടെ കേട്ടോണ്ടിരുന്നു ഇവരെങ്ങനെയാണ് പോയതെന്ന്. ഇപ്പം ആ സമയം ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എൻ്റെ കുടുംബത്തിലെ കാര്യം. എൻ്റെ കുടുംബത്തിലെ ഒരു ചരിത്രം അങ്ങോട്ട് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ആദ്യം നവീകരണത്തിലേക്ക് വന്നത് അമ്മയാണ്. അന്നൊക്കെ നവീകരണ ധ്യാനങ്ങളൊന്നും ഇല്ല, 70കളുടെ അവസാന ഭാഗത്താണ്. അപ്പോൾ നവീകരണ ധ്യാനമൊക്കെ വളരെ വിരളമായിരുന്നൊരു സമയത്ത് അമ്മ പോയി ധ്യാനം കൂടി. ഇപ്പോൾ അമ്മ ആദ്യത്തെ ദിവസം കൂടി വെച്ച് വന്നപ്പോൾ ഇടവകയിൽ തന്നെ നടക്കുന്നതാണ്. അമ്മ ആദ്യ ദിവസം വന്നപ്പോൾ ഇത് പോകേണ്ട കാര്യമാണെന്നെല്ലാം പറഞ്ഞു. ഞാൻ പിന്നെ വേറെ തൊഴിലൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ പുച്ഛിച്ച് തള്ളി. കാരണം ധ്യാനം എന്നാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങളല്ല. നമ്മൾ ഞായറാഴ്ച കുർബാനയ്ക്ക് പോവുക, ആദ്യ വെള്ളിയാഴ്ച കുമ്പസാരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അത് നിൽക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു 15-20 ദിവസം കഴിഞ്ഞപ്പം എന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല, അന്ന് മിറക്കിൾസ് ഒന്നും നടന്നിട്ടില്ല അമ്മച്ചിയുടെ ധ്യാനത്തിനകത്ത്. അമ്മച്ചിക്ക് അങ്ങനെ പിന്നെ കള്ളുകൂടിയോ അങ്ങനെയുള്ള ചീത്ത സ്വഭാവമൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ മാനസാന്തരം ഉണ്ടായെന്ന് പറയാനും പ്രകടമായ മാനസാന്തരമൊന്നും അങ്ങനെ നോട്ടീസബിളായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ എനിക്കറിയില്ല, ഇപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ആ ധ്യാനം ഇനി വേറെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? അതിന്റെ അർത്ഥം എന്തോ എന്നെ വാങ്ങൽ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഇപ്പോഴും ഐഡന്റിഫൈ ചെയ്യാൻ എനിക്ക് പറ്റില്ല. പക്ഷെ ഒറ്റ വാക്ക് വേണേൽ പറയാം, പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം അവിടെ കടന്നു വന്നു എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ എനിക്ക് തെളിവുകളൊന്നും പറയാം. ജോസേട്ടാ, എന്തൊക്കെ കാര്യങ്ങളാണ് ജോസേട്ടൻ്റെ കുടുംബം ഒന്നിച്ചുള്ള മിനിസ്ട്രിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? പലപ്പോഴും ഒന്നിച്ചെന്ന് പറയുമ്പോൾ നിമിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നിമിക്ക് പല സാഹചര്യങ്ങളിലും ഒപ്പം വരാൻ സാധിക്കാറില്ല. കാര്യം വീട്ടിൽ എന്താ പിള്ളേരുടെ ഒപ്പം ഈ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും പ്രാർത്ഥന കൊണ്ടും ഒക്കെ എപ്പോഴും ഒപ്പം ഉണ്ടാവും. അപ്പോൾ മിനിസ്ട്രിയിൽ ശരിക്കും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ ഒന്ന് പ്രധാനമായിട്ടും എന്താണ് പ്രോഗ്രാംസിൻ്റെ കാര്യത്തിൽ ഓരോ സ്കൂളുകളിലൊക്കെ ധ്യാനങ്ങൾ നടക്കും, സ്കൂൾ റിട്രീറ്റുകൾ നടക്കും, 1 ഡേ പ്രോഗ്രാം, 3 ഡേ പ്രോഗ്രാം അങ്ങനെയൊക്കെ നടക്കും. അപ്പോൾ അതിന് പാരൻസിനും കുട്ടികൾക്കുമുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ആദ്യ കുർബാന ധ്യാനം, പ്രീ കമ്മ്യൂണിയൻ റിട്രീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ കുർബാനക്ക് ഒരുങ്ങുന്ന കുട്ടികളുടെ ധ്യാനങ്ങൾ ചെയ്യാറുണ്ട്. അതിനും ഇതേപോലെ അവസാന ദിവസം പാരൻസിനെ കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ ശരിക്കും വളരെ മനോഹരമായിട്ട് തമ്പുരാൻ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ കുർബാന ധ്യാനങ്ങൾക്കൊക്കെ വളരെ മനോഹരമായിട്ട് കുഞ്ഞുങ്ങളെ ഒരുക്കുവാനായിട്ടും ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പാരൻസിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനായിട്ടൊക്കെ ആ ധ്യാനങ്ങളിലൂടെ നടക്കാറുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഈ എന്താണ് ഏഞ്ചൽസ് ആർമിയുടെ കുടുംബ ധ്യാനം നടക്കാറുണ്ട്. 3 ദിവസത്തേക്ക് ഒരുമിച്ച് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ധ്യാനങ്ങൾ നടക്കാറുണ്ട്. അവിടെ ഫാമിലിക്ക് ധ്യാനം നടക്കുമ്പോൾ ഒപ്പം കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ച് 4-5 ഗ്രൂപ്പുകളായിട്ട് ധ്യാനം നടക്കും. കൈക്കുഞ്ഞുങ്ങളെ അടക്കം പ്രഗ്നൻ്റായ അമ്മമാർക്ക് സെപ്പറേറ്റ് ശുശ്രൂഷ ഉണ്ടാവും. കൈക്കുഞ്ഞുങ്ങൾക്ക് തൊട്ടിൽ വരെ കെട്ടി ധ്യാന ഹോളിന്റെ ഏറ്റവും പുറകിൽ, തൊട്ടിൽ ധ്യാനമാണ് ഏറ്റവും പുറകിൽ മനോഹരമായിട്ട് ഒരു 10-12 തൊട്ടിലൊക്കെ കെട്ടി, അപ്പോൾ കുട്ടികൾക്ക് എന്താണ് അമ്മമാർക്ക് അത് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുള്ള ധ്യാനമാണ് ഏഞ്ചൽസ് ആർമിയുടെ ധ്യാനം. അപ്പോൾ അവിടെ ശരിക്കും ഈ പാരൻസിന് ഈ കുഞ്ഞുങ്ങളായിട്ട് ഒരു സ്ഥലത്തും ധ്യാനത്തിന് പോകാൻ പറ്റില്ല. എല്ലാ സ്ഥലങ്ങളിലും കുട്ടികളെ കൊണ്ടുവരരുതല്ലോ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാവരും ആഗ്രഹിക്കും ഏഞ്ചൽസ് ആർമി ധ്യാനത്തിന് ഇങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് വരാം. അപ്പോൾ കുട്ടികൾക്ക് അവരെ ടേക്ക് കെയർ ചെയ്യാനായിട്ടുള്ള ലീഡേഴ്സിനെയും അവർക്ക് വേണ്ടുന്ന ഭക്ഷണം പോലും, അവർക്ക് വേണ്ടുന്ന റാഗി, സെറലാക്ക് അങ്ങനെയുള്ള സാധനങ്ങളും പാല്, മുട്ട അങ്ങനെയുള്ള ഫുഡുകളടക്കം കുട്ടികൾക്ക് ആ രീതിയിലാണ് ഒരു പാക്കേജാണ്. അപ്പോൾ അങ്ങനെയാണ് കുടുംബധ്യാനം ഏഞ്ചൽസ് ആർമിയുടെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ശുശ്രൂഷകളാണ് ധ്യാനങ്ങളിലൂടെയൊക്കെ. പിന്നെ പ്രീ മാരേജ് കോഴ്സുകൾക്ക് ഈ ഏഞ്ചൽസ് ആർമിയുടെ ഒരു വിഷൻ നമ്മൾ പല പിതാക്കന്മാരോടൊക്കെ പങ്കുവച്ചപ്പോൾ ശരിക്കും അടുത്ത ഒരു തലമുറയെ വാർത്തെടുക്കുന്നതാണ്. സ്വർഗത്തിൽ നിന്നും ഏറ്റവും വിശുദ്ധിയോടുകൂടി ഒരു കുഞ്ഞിനെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ പലരും ഇത് കുറച്ച് നേരത്തെ കൊടുക്കുമ്പോൾ അവർ പറയാനുണ്ട്, ഇത് ഞങ്ങൾക്ക് കുറച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പം അങ്ങനെ ഈ ഒരു സ്വപ്നം പങ്കുവെക്കുമ്പോൾ പല രൂപതകളിലും ഇപ്പോൾ
പ്രീ മാരേജ് കോഴ്സുകളിൽ നമ്മൾ കടന്നു ചെല്ലാറുണ്ട്. അപ്പോൾ അവിടെയാണ് ശരിക്കും ഇതിൻ്റെ ഒരു തുടങ്ങണത്. അപ്പോൾ ഇവരോട് അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ തുടങ്ങുവാൻ പോകുന്ന കുടുംബത്തിൻ്റെ ആ ഒരു മാഹാത്മ്യമൊക്കെ പറഞ്ഞു കൊടുക്കാനും ഓരോ കുഞ്ഞിനെയും വിശുദ്ധിയോടുകൂടി സ്വീകരിക്കണം, അതെന്തുമാത്രം പ്രാർത്ഥിച്ചു വേണം ചെയ്യാനായിട്ടെന്നുള്ള ഒരു ദൗത്യമൊക്കെ പ്രീ മാരേജ് കോഴ്സുകൾക്ക് കൊടുക്കാൻ സാധിക്കും. ചേച്ചിക്ക് ഇതിനകത്തുള്ള റോൾ എന്താണ്? ഈ ഇതുപോലത്തെ ഏഞ്ചൽസ് ആർമിയുടെ മിനിസ്ട്രികളിൽ ചേച്ചിക്കുള്ള റോൾ എന്താണ്? അപ്പോൾ കുടുംബം ഒന്നിച്ചുള്ളതിന് ഇപ്പോൾ കൂടുതലും പ്രയർ നീഡ്സ് ഇപ്പോൾ മെയിൽ വഴിയാണ് വരുന്നത്. ഞാൻ സാധാരണ മെയിൽ ആൻസർ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ പഠിക്കണ മുറിയിലാണ് ഈ കമ്പ്യൂട്ടർ ഇരിക്കണം. ഞാനിങ്ങനെ മെയിൽ ആൻസർ ചെയ്യുന്ന സമയത്ത് ഓരോ മെയിലും വായിച്ചിട്ട് കുട്ടികളെ വായിച്ചേൽപ്പിക്കും. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ആ പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കുട്ടികളെല്ലാവരും കൂടി പ്രാർത്ഥിച്ചിട്ടാണ് റിപ്ലൈ ചെയ്യുന്നത്. എനിക്ക് ഉറപ്പായിട്ടും ആർക്ക് വേണമെങ്കിലും ഏഞ്ചൽസ് ആർമിയുടെ വെബ്സൈറ്റിൽ കയറി പ്രയർ റിക്വസ്റ്റ് അയക്കാമെന്നാണ്. ഉറപ്പായിട്ട് ചേച്ചിയും കുടുംബവും ഒത്തിരി പേര് ഇതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. ചേച്ചി പറഞ്ഞോളൂ. പിന്നെ ആ മെയിൽ തന്നെ നമ്മൾ വാട്സാപ്പിലിടും. അങ്ങനെ കുറേ പേര് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ഗ്രൂപ്പ് ഉണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഏഞ്ചൽസ് ആർമിയുടെ വാട്സാപ്പ് ഗ്രൂപ്പ്. ചേച്ചിക്ക് നല്ല സമയം, ഒത്തിരി സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഉറപ്പായിട്ടും. കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ അത്രയും പ്രാർത്ഥന കിട്ടുമല്ലോ. എന്തോ കുറേ പേര് അങ്ങനെ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കും. അതേപോലെ നൈറ്റ് വിജിൽ, ഏഞ്ചൽസ് ആർമിയുടെ നൈറ്റ് വിജിൽ എല്ലാ സെക്കൻഡ് ഫ്രൈഡേസും ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ മെയിലിൽ വന്ന പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം നിമ്മി ഇങ്ങനെ കറക്റ്റായിട്ട് ക്രോഡീകരിച്ച് പ്രിൻ്റ് ഔട്ട് എടുത്ത് തരും. അപ്പോൾ അതും പിന്നെ ഓഫീസിൽ വന്ന പ്രയർ നീഡ്സും ഇതെല്ലാമായിട്ടാണ് നമ്മൾ സെക്കൻഡ് ഫ്രൈഡേ നൈറ്റ് വിജിലിന് പോകുന്നത്. ഞങ്ങളെല്ലാവരും കൂടിയാ പോകുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ പോകുമ്പോൾ പിള്ളേരെയും കൂട്ടും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുടുംബമായിട്ട് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാനായിട്ടുള്ളൊരു സാഹചര്യം. കുഞ്ഞുങ്ങൾക്ക് ഇതൊരു വലിയൊരു വെട്ടാ കിട്ടുന്നത്. ഇത്രയും പേർക്ക് വേണ്ടി, ഒരിക്കലും കാണാത്ത ആൾക്കാർ, ഒരിക്കൽ പോലും പരിചയമില്ലാത്ത ആൾക്കാർ, ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന തന്നെ ഒരു വലിയൊരു പിള്ളേന്തോറും വളർന്നുകൊണ്ടിരിക്കുക. കുഞ്ഞാണെന്ന് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാൻ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വലിയൊരു ഭാഗ്യം കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത്. പ്രിയപ്പെട്ട കുടുംബങ്ങളെ, നിങ്ങൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വചനം പ്രഘോഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ദുരിതം. അതെ, ഇത് ശരിക്കും ചില കുടുംബങ്ങളുടെ മാത്രം ഒരു കാര്യമല്ല. ഇത് എല്ലാ കുടുംബങ്ങൾക്കും വ്യത്യസ്തമായ രീതിയിൽ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് വ്യത്യസ്തമായ രീതിയിൽ എന്നുള്ളതിന് ഞാൻ ഊന്നൽ കൊടുക്കുക. കാരണം ഇപ്പം ഇവരുടെ കാര്യത്തിനകത്ത് ഇപ്പം എത്ര മനോഹരം എന്ന് വെച്ചാൽ ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ഭർത്താവുണ്ട്, എല്ലാവരും ലൈം ലൈറ്റിൽ വരുന്നുണ്ട്. അങ്ങനെ തന്നെ ഞാൻ പറയാം. എല്ലാവരും മുൻപന്തിയിലേക്ക് വരുന്നുണ്ട്, കാഴ്ചപ്പാടിലേക്ക് വരുന്നുണ്ട്. പക്ഷേ പല കുടുംബങ്ങളിലും അത്തരം ഒരു സാഹചര്യം നിലവിലില്ല. പല കാരണങ്ങളുണ്ട്. അത് വാസ്തവത്തിൽ കർത്താവ് ഒരുക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഞാൻ അങ്ങനെയൊക്കെ കൂടുതൽ ചിന്തിക്കാൻ കാരണം എൻ്റെ വീട്ടിലെ സാഹചര്യം. പലപ്പോഴും ലൈം ലൈറ്റ് വരുന്നത് ഞാനാണ്. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പിൻനിരയിൽ അവരുണ്ട്, ആരും അറിയുന്നില്ല ദൈവമല്ലാതെ. പക്ഷെ ഞാൻ ചിലപ്പോൾ ഇരുന്ന് ആലോചിക്കാറുണ്ട്, കർത്താവിൻ്റെ ഒരു വാഗ്ദാനമുണ്ട്. എന്നെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ ആരെങ്കിലും ഭാര്യയോ ഭർത്താവിനെയോ അല്ലെ അപ്പനെയോ മക്കളെയോ സ്വത്തോ ഇതൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ലോകത്ത് തന്നെ അത് 100 ഇരട്ടിയായിട്ട് കൊടുക്കും, പിന്നെ നിത്യജീവൻ. അപ്പോൾ ഒരു വലിയ വാഗ്ദാനമുണ്ട്. അപ്പോൾ അത് വാഗ്ദാനം എന്നാർക്ക് കിട്ടുമെന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. കർത്താവിന് വലിയൊരു വാഗ്ദാനമുണ്ട്. ഇതാർക്ക് കിട്ടും എൻ്റെ കുടുംബത്തിൽ എന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. ഞാൻ നോക്കുമ്പം ഞാൻ പോകുന്നുണ്ട്, ഞാൻ ലൈം ലൈറ്റ് വരുന്നുണ്ട്. പക്ഷെ ഇപ്പം ഞാനിവിടെ വരുന്നു, എനിക്ക് വേണ്ടതെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. അംഗീകാരം, ആദരവ്, ഭക്ഷണം, താമസം എല്ലാം എനിക്ക് ക്രമീകരിക്കപ്പെടുന്നുണ്ട്. സുവിശേഷത്തെ പ്രതി ഞാൻ എന്ത് ഉപേക്ഷിച്ചു? അതേസമയം എൻ്റെ ഭാര്യ സുവിശേഷത്തെ പ്രതി എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് കിട്ടേണ്ടത് മുഴുവനും ഉപേക്ഷിച്ചു. തീർന്നില്ല, ഞാൻ ചെയ്യേണ്ടത് മുഴുവനും വീട്ടിൽ എടുത്ത് ചെയ്യുന്നു. എന്ന് വെച്ചാൽ അവളുടെ റോള് മാറുന്നില്ല. അവളുടെ റോൾ അവിടെ ഉണ്ട്, പ്ലസ് എൻ്റെ റോൾ വെച്ച്. ഉദാഹരണം പറഞ്ഞാൽ മക്കളെ വളർത്തുക, അങ്ങനെയുള്ള കാര്യം. എൻ്റെ അമ്മയെ നോക്കുക, ഇതൊക്കെ എൻ്റെ ഉത്തരവാദിത്തമല്ലേ? ഇവിടെ ഇതെല്ലാം അവൾ ഏറ്റെടുത്തിട്ട് എന്നെ പറഞ്ഞു വിടുമ്പോൾ പ്രതിഫലം കിട്ടാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു എനിക്കാവില്ല എന്ന്. ഇവിടെ വേറൊരു വചനം എൻ്റെ മനസ്സിലോട്ട് ഓടി വരികയാണ്. അതിതാണ് കർത്താവ് ഇങ്ങനെ പറയുന്നത്: പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും, നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കും. അപ്പോൾ എൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം എന്നെ അവൾ സുവിശേഷ പ്രഘോഷകൻ എന്ന് അംഗീകരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കാണുന്നവരോടെല്ലാം എൻ്റെ ഭർത്താവ് സുവിശേഷ പ്രഘോഷനാകുന്നു എന്ന് പറയുന്നതിലല്ല, അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിട്ട് എൻ്റെ സുവിശേഷ പ്രഘോഷണ ദൗത്യം കൂടി അദ്ദേഹത്തെ ഏൽപ്പിച്ച് ഞാൻ വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി കൂടിയാണ് സുവിശേഷം പ്രഘോഷിക്കുന്നത് എന്ന് അംഗീകരിച്ച് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഏറ്റെടുക്കുമ്പോൾ
അവൾ സുവിശേഷ പ്രഘോഷയായി മാറുക. പ്രവാചകന്റെ അത് കിട്ടുന്നു, പ്രവാചകന്റെ അല്ലെങ്കിൽ നീതിമാന്റെ എന്നൊക്കെ പറയുന്ന അതേ ഇതിലേക്ക് വരിക. ഇത് ഞാൻ ഇപ്പോൾ എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും വീടുകളിൽ ഇരുന്ന് വിഷമിക്കുന്നവരുണ്ട്. എനിക്കിതിനൊന്നും സാഹചര്യമില്ലല്ലോ, വേണ്ടാഞ്ഞിട്ടല്ല, ആഗ്രഹിക്കാഞ്ഞിട്ടല്ല, ഒരു പക്ഷെ പാടാൻ എനിക്ക് കഴിവില്ല, പ്രസംഗിക്കാൻ എനിക്ക് കഴിവില്ല, അങ്ങനെയാവാം. അല്ലെങ്കിൽ അങ്ങനെ സ്റ്റേജിലേക്ക് വരാനുള്ള ഒരു സാഹചര്യമില്ല. എല്ലാവർക്കും ഒന്നും ഉണ്ടാവണമെന്നില്ല, അതിൽ നീറുന്നവരുണ്ടാവുമെന്ന് ഞാൻ കരുതുക. പക്ഷേ ഞാൻ പറയുകയാണ്, അവരിത് ഈ ഒരു വാതിലിലൂടെ വരുമ്പോൾ ലൈം ലൈറ്റിൽ നിൽക്കുന്നവന് അവിടുന്ന് കുറെ കിട്ടി, ഒന്നും കിട്ടാതിരിക്കുന്നവന് ദൈവം കൊടുക്കും, കൊടുത്തേ പറ്റൂ, കോമ്പൻസേറ്റ് ചെയ്യത്തക്കത്തിൽ കൊടുക്കും. എനിക്ക് ഒരുപക്ഷെ സ്വർഗത്തിൽ അവരായിരിക്കും കൂടുതൽ തിളങ്ങി നിൽക്കുക. ഈ ഭൂമിയിൽ വചനപ്രഘോഷമൊക്കെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അവരെക്കാളും കൂടുതൽ ആദരിക്കപ്പെടാൻ പോകുന്നതും അംഗീകരിക്കപ്പെടാൻ പോകുന്നതും സഭയുടെ നട്ടെല്ലായി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. സഭയ്ക്ക് വേണ്ടി തിരുവചനം പറയുന്ന പോലെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിങ്ങൾ എഴുന്നേറ്റ് കരങ്ങൾ നീട്ടിപ്പിടിച്ച് തെരുവോരങ്ങളിൽ തകർന്നു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ വചനം അതുപോലെ തന്നെ അച്ചട്ടായിട്ട് പ്രാർത്ഥിക്കുന്ന കുറേ അപ്പന്മാരും അമ്മമാരുണ്ട്. എനിക്കറിയാം കുറേ പേരുണ്ട്. രാത്രി 3 മണിക്കൊക്കെ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ വിരിച്ച് പിടിച്ച് രണ്ടുപേരും, മാതാപിതാക്കൾ രണ്ടുപേരും, ചില വീട്ടിൽ മക്കളും കൂടി ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഭയങ്കര വിശുദ്ധമായൊരു തലമുറ. എനിക്ക് തോന്നുന്നു അവരായിരിക്കും നമ്മളെക്കാളും, ഈ ഉറക്കം പറഞ്ഞ് നമ്മളെക്കാളും, 10 പേരുടെ മുമ്പിൽ വചനം പറഞ്ഞ നമ്മളെക്കാളും കൂടുതലായിട്ട് അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് അതുപോലെയുള്ള കുഞ്ഞു വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന കുറേ സുവിശേഷ പ്രഘോഷത്തിൻ്റെ വഴികൾ പറഞ്ഞിട്ട് നമുക്ക് നിർത്താമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് റെക്ടർസ്, ഞങ്ങളുടെ സെമിനാർ ജീവിതത്തിൽ റെക്ടർസൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ചെമ്മാച്ചനിരുന്ന് ഭയങ്കര ഉറക്കം പള്ളിയിൽ ധ്യാനത്തിൻ്റെ സമയത്തിരുന്ന് ഭയങ്കര അടിച്ചു വീണ് ഉറക്കാം. അച്ഛൻ വിളിച്ചു ചോദിച്ചാൽ എന്താണ് നീ ഉറങ്ങുന്നത്? അച്ഛൻ പ്രാർത്ഥിക്കാൻ വിഷയമൊന്നുമില്ലെന്ന്. അച്ഛപ്പുറം പോയിട്ട് ദീപിക പത്രം എത്ര ഇടുന്നുണ്ട് തുറന്ന് കാണിച്ചു, അതായത് ചരമക്കോളവും അതേപോലെ ആക്സിഡന്റിന്റെ കോളം തുറന്ന് കാണിച്ചു. അതെ, ഇത് വായിച്ചാൽ മതിയടാ, നന്നായിട്ട് പ്രാർത്ഥിക്കാനുള്ള വിഷയം കിട്ടുമെന്ന്. പ്രിയപ്പെട്ടവരെ, വല്ലപ്പോഴൊക്കെ പത്രം തുറന്ന് നോക്കിച്ചാൽ മതി. പ്രാർത്ഥിക്കാൻ 1000 കാരണങ്ങൾ നമുക്കുണ്ട്. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ 1000 കാരണങ്ങൾ നമുക്കുണ്ട്. മാർപ്പാപ്പയ്ക്ക് വേണ്ടി, ബിഷപ്പുമാർക്ക് വേണ്ടി, ലോകമാസകലം പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയ്ക്ക് വേണ്ടി. നമ്മളൊക്കെ വളരെ കംഫർട്ടബിളായിട്ട് ഇവിടെ നിന്ന് വചനമൊക്കെ AC റൂമിലിരുന്ന് പങ്കുവയ്ക്കുമ്പോൾ ഇതൊന്നും പറ്റാതെ ബോംബിൻ്റെയും തോക്കിൻ്റെയും കുഴലിൽ ഇപ്പോഴും കുമ്പിട്ട് ആരാധിക്കുന്ന കർത്താവിൻ്റെ ഒരു കുർബാനയ്ക്ക് വേണ്ടി കേഴുന്ന അനേകം തലമുറയുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ മറക്കരുത്, തിരുസഭയ്ക്ക് വേണ്ടി, പീഡിപ്പിക്കപ്പെടുന്ന സഭയ്ക്ക് വേണ്ടി, ലോകമാസകലം തകർന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. മധ്യസ്ഥ പ്രാർത്ഥനയുടെ വലിയ ശക്തി അതാണ് എനിക്കൊന്ന് ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണവും ഈ കാലഘട്ടത്തിൽ. വാക്കുകളെക്കാൾ, ഉറക്കെ പറയുന്ന വാക്കുകളെക്കാളും വീട്ടിൽ അടച്ചിട്ട മുറിയിൽ നിങ്ങൾ ഉയർത്തുന്ന പ്രാർത്ഥനകൾ. അതുപോലെ തന്നെ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി തിരുസഭയുടെ വലിയൊരു സമ്പത്തായത്. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി മക്കളെ ചെറുപ്പകാലം മുതൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ചെറിയ ത്യാഗങ്ങളെടുത്തും ചെറിയ ചെറിയ പ്രാർത്ഥനകൾ ചൊല്ലിയും സുഹൃദേവങ്ങളൊക്കെ ചൊല്ലി ഈ ഒരു വലിയ ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് പ്രധാനപ്പെട്ട കാര്യം ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി എത്ര പേര് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു? നിങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടി. നമ്മളൊക്കെ ചെറിയ ചെറിയ കുറ്റങ്ങളും കുറവുകളൊക്കെ നമ്മൾ വിമർശിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എൻ്റെ വീട് എൻ്റെ വലിയ വീടാണ്, എൻ്റെ ആദ്യത്തെ വീടാണ് ഇടവക എന്ന് കരുതിക്കൊണ്ട് വികാരിയച്ഛനും സിസ്റ്റേഴ്സിനും ഇടവകയിലെ നേതൃത്വങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണത്. അതുപോലെ തന്നെ ലോകമാസകളുടെ നേതാക്കന്മാർക്ക് വേണ്ടി നമ്മൾ പത്രത്തിലൊക്കെ രാഷ്ട്രീയക്കാരെ കാണുമ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരൊക്കെ നമ്മൾ എന്തൊരു ചീത്ത വിളിക്കുന്നുണ്ട്, എന്തോരം വിധിക്കുന്നുണ്ട്. പക്ഷെ ആരെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മൾ ഭീകരന്മാരെയൊക്കെ എന്തോരം ചീത്ത വിളിക്കുന്നു, നമ്മൾ ആരെങ്കിലും അവരുടെ മാനസാന്തരത്തിന് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇതുപോലെ 1000 കാര്യം. ഇതൊക്കെ സുവിശേഷ പ്രഘോഷണത്തിന്റെ. അബോർഷനായി പോകുന്ന എത്രയോ കുഞ്ഞുങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദുരുപയോഗിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ, എക്സാക്ട്ലി, എന്തേറെ വേദനിക്കുന്ന സംഭവങ്ങൾ. ആഹാരമില്ലാതെ വലയുന്ന, പട്ടിണി കൊണ്ട് മരിച്ചു വീഴുന്നവർ. നമ്മൾ 1000 കാരണങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാൻ. ഇതൊക്കെയാണ് ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം. ആരും അറിയപ്പെടാത്ത പ്രാർത്ഥിക്കുന്ന വിശുദ്ധ തലമുറയായിട്ട് മാറുക. ഞാനൊരു മറുപുറം പറഞ്ഞിട്ട് സമയത്തിന് പരിമിതി മൂലം അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നു. ഞാൻ ഒരിക്കലും വായിച്ചൊരു വചനം, അതെപ്പോഴും എനിക്ക് വളരെ കുറ്റബോധത്തോടെ ഞാൻ ഓർക്കുന്നൊരു വചനം കൂടിയാണ്. അത് ഇപ്രകാരമാണ്: യു മസ്റ്റ് ബി കെയർഫുൾ വെൻ യു ലിവ് ഹിയർ ഓൺ എർത്ത് ബിക്കോസ് യു മേ ബി ഓൺലി ദ ഗോസ്പൽ എ പേഴ്സൺ മേ റീഡ്. യുവർ ലൈഫ് മേ ബി ദ ഓൺലി ഗോസ്പൽ എ പേഴ്സൺ മേ റീഡ്. നിങ്ങൾ ഈ ഭൂമിയിൽ നടന്നു പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നടന്നു പോവുക. കാരണം ചിലപ്പോൾ ഒരു മനുഷ്യൻ വായിക്കാൻ സാധ്യതയുള്ള ഏക സുവിശേഷം നിൻ്റെ ജീവിതമായിരിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം അതുതന്നെയാണ്, എൻ്റെ ജീവിതം തന്നെ. ഗാന്ധിജി പറഞ്ഞ വാക്ക് എപ്പോഴും ഒരല്പം വിഷമത്തോടെ തന്നെ ഭാരതത്തിൽ ജീവിക്കുന്ന ഓരോ കത്തോലിക്കനും കേൾക്കണം: ഐ റിയലി ലവ് ക്രൈസ്റ്റ് ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ക്രിസ്ത്യൻസ്. അന്നത്തെ കാലഘട്ടങ്ങളുണ്ടായിരുന്ന ക്രിസ്ത്യാനികളിലേക്ക് ഒരല്പം മോശകരമായ ജീവിതം, മാതൃകാപരമല്ലാത്ത സുവിശേഷകരമല്ലാത്ത ജീവിതം കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതിന്നും കുറേ കൂടിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിളാണെന്ന് തോന്നുന്നു. എൻ്റെ ചുറ്റുപാടുകൾക്ക് ഒരു ക്രൈസ്തവ മണം കൊടുക്കാൻ, ഒരു ക്രിസ്തു വിശ്വാസത്തിന് മണം കൊടുക്കാൻ എൻ്റെ കുടുംബം വിളിക്കപ്പെട്ടതാണ്. എൻ്റെ ഇടവകയിൽ ഉയർത്തിവെക്കപ്പെട്ട ദീപം ഞാനാണ്.
പീഠത്തിന്മേൽ ഉയർത്തി വെക്കപ്പെട്ട ദീപം ഞാനാണ്, എൻ്റെ കുടുംബമാണ്. ഈ വെട്ടം കണ്ടിട്ട് വേണം യഥാർത്ഥ വെട്ടമായ കർത്താവിലേക്ക് ഓരോരുത്തരും നടന്നു വരാൻ. അത് തന്നെയാണ് ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം. എൻ്റെ ജീവിതം, എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം, മാതൃകാപരമായ ദാമ്പത്യ ജീവിതം, മക്കളെ വളർത്തിക്കൊണ്ട് വരൽ കർത്താവിൻ്റെ ആഗ്രഹമനുസരിച്ച്, ഇതിൽ കവിഞ്ഞ വലിയ സുവിശേഷ പ്രഘോഷണമൊന്നുമില്ല. ഇവാഞ്ചലൈസേഷൻ ഇസ് ബേസിക്കലി എ ഹോംലി അഫെയർ. ആദ്യത്തെ സുവിശേഷ പ്രഘോഷണവും സുവിശേഷ ജീവിതവും എല്ലാം വീട്ടിൽ തന്നെയാണ്. വീട് ആദ്യം സ്വർഗമായി തീരട്ടെ. അപ്പോൾ പരിമളം, പൗലോസൊക്കെ പറയുന്ന പോലെ ആ സ്വർഗത്തിൻ്റെ പരിമളം ചുറ്റുപാടുകളിലേക്ക് അടിച്ചോളും. പതുക്കെ നമ്മുടെ ഇടവകയിൽ, ചുറ്റുപാടുകളിൽ, പിന്നെ ഇതുപോലുള്ള മിനിസ്ട്രികളിലൂടെയൊക്കെ ലോകം മുഴുവൻ പരക്കട്ടെ. ആരും മറക്കരുത് ഈശോ പറഞ്ഞ അവസാനത്തെ തിരുവചനങ്ങൾ, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ. അത് ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. ഒരുവൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ അവസാനം പറയുന്ന വാക്കുകളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈശോ അവസാനമായിട്ട് പറഞ്ഞ വാക്കുകളെന്നതായിരുന്നു, ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പായി. അതുകൊണ്ട് ഈ ഒരു വിളിക്ക് വേണ്ടി നമുക്കൊന്ന് ഒരുങ്ങാം കേട്ടോ. നമുക്കൊന്ന് കുടുംബമായിട്ട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം, നമ്മുടെ വിളി ഒന്ന് തിരിച്ചറിയാം. എല്ലാവരും ഒന്ന് ചേർന്ന് ഈശോയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ഏറ്റെടുത്ത മാമോദീസയിൽ നമ്മൾ ഏറ്റെടുത്ത വിളിയായത്, ഓരോ കൂദാശകളിലൂടെയും നമ്മൾ ഏറ്റെടുത്ത വിളിയായത്. പലപ്പോഴും നമ്മൾ സൗകര്യപൂർവ്വം നമ്മൾ മറന്നു കളഞ്ഞതാണ്. തമ്പുരാൻ്റെ മുമ്പിൽ മാപ്പപേക്ഷിച്ചിട്ട് നമുക്ക് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, എന്നെയും എൻ്റെ കുടുംബത്തെയും നീ ഒന്ന് ഉയർത്തണമേ. എന്നെയും എൻ്റെ കുടുംബത്തെയും സുവിശേഷം ജീവിക്കുവാനുള്ള ഒരു ശക്തിയും കൃപയും നൽകണമേ. മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകാപരമായി സുവിശേഷം ജീവിക്കാൻ, മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരാൻ, മറ്റുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ മുഖമായി, നിൻ്റെ മുഖമായി തീരാൻ, നിൻ്റെ സ്പർശനമായി തീരാൻ, നിൻ്റെ സുഗന്ധമായി തീരാൻ തമ്പുരാനെ ഞങ്ങൾക്ക് കൃപ തരണമേ. ആദിമസഭയിലെ അപ്പോസ്തലന്മാരൊക്കെ അധികം സുവിശേഷങ്ങളൊക്കെ പ്രഘോഷിക്കാതെ തന്നെ അവരുടെ ജീവിതങ്ങൾ കണ്ടിട്ട് ആയിരങ്ങൾ, പതിനായിരങ്ങൾ തിരുസഭയിലേക്ക് വന്ന് ചേർന്നു. കാരണം അവർക്ക് നിൻ്റെ പരിമളമുണ്ടായിരുന്നു. തമ്പുരാനെ, ഞങ്ങളെ നിൻ്റെ പരിമളങ്ങളാക്കി മാറ്റണമേ. ഞങ്ങളെ നിൻ്റെ കരങ്ങളാക്കി മാറ്റണമേ. ഞങ്ങൾക്ക് നിൻ്റെ ഹൃദയം തരണമേ. ആ തീഷ്ണതയോടെ പത്രോസിനും പൗലോസിനും കൊടുത്ത അതേ തീഷ്ണതയോടെ നിൻ്റെ വചനം ജീവിക്കാനും പങ്കുവെക്കുവാനുമുള്ള തീഷ്ണതയും കൃപയും ഞങ്ങൾക്ക് തരണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ തീഷ്ണത അവർക്ക് ഇരട്ടിയായിട്ട് കൊടുക്കണമേ. ഞങ്ങളുടെ മക്കളുടെ ജീവിതം കണ്ടിട്ട് അനേകരുടെ മുമ്പിൽ സാക്ഷ്യങ്ങളായി തീരട്ടെ. സുവിശേഷം അവരുടെ ഹൃദയത്തിലും അവരുടെ ജീവിതത്തിലും ഒത്തിരി പുഷ്പിക്കട്ടെ. ഞങ്ങളുടെ മക്കളുടെ ജീവിതങ്ങളെ സുവിശേഷങ്ങളാക്കി മാറ്റണമേ. സുവിശേഷമേകാനുള്ള ജീവിതങ്ങളാക്കി മാറ്റണമേ. ഞങ്ങളുടെ ഇടവകയിൽ, ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ സമൂഹത്തിലൊക്കെ ഏറ്റവും മനോഹരമായ മാതൃകളായി മാറുവാൻ, എപ്പോഴെങ്കിലൊക്കെ ദുർമാതൃകളായി പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ മാപ്പ്. കർത്താവെ, ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഞങ്ങളെ നീ വീണ്ടും കൈപിടിച്ച് പത്രോസിനെ സ്വീകരിച്ചതുപോലെ വീണ്ടും നീ ഞങ്ങൾക്ക് മാപ്പ് തന്ന് നിൻ്റെ വചനം പ്രഘോഷിക്കാനുള്ള അഭിഷേകവും കൃപയും ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്കൊന്ന് ചേർന്ന് പരിശുദ്ധ അമ്മ, ആദ്യത്തെ സുവിശേഷ പ്രഘോഷക അമ്മയുടെ മാധ്യസ്ഥതയിൽ നിന്നുകൊണ്ട് ഈശോ മിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സാധിക്കുമെങ്കിൽ ഇതിന് ശേഷം ഒരു 5 മിനിറ്റൊക്കെ ഇരുന്ന് കുടുംബം ഒന്നിച്ച് ആലോചിക്കുന്നതല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമ്മുടെ ചെറിയ ചെറിയ പ്രവൃത്തികളിലൂടെയും വർത്തമാനങ്ങളിലൂടെയും ചിരികളിലൂടെയൊക്കെ നമുക്ക് എങ്ങനെ ഈശോ കൊടുക്കാൻ പറ്റും.